going to discuss about nature of macroeconomics. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒറിജിൻ, ഡെഫിനിഷൻ ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ മാക്രോ എക്കണോമിക്സിൻ്റെ സ്വഭാവം, നേച്ചർ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ആഗ്രിഗേറ്റ്സ്. അപ്പോൾ നമ്മൾ മാക്രോ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനിലൊക്കെ പറഞ്ഞതാണ്. അത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ആഗ്രിഗേറ്റ്സ്. ടോട്ടൽ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ ഒരു എക്കോണമിയിലെ മൊത്തം ഔട്ട്പുട്ട്, മൊത്തം എംപ്ലോയ്മെൻറ്റ്, ടോട്ടൽ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. Thus, it deals with such an overall economic problem as unemployment, inflation, stagnation, trade cycles and instability. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓവറോൾ പ്രോബ്ലംസ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച്, ഇൻഫ്ലേഷനെ കുറിച്ച്, സ്റ്റാഗ്നേഷൻ, ട്രേഡ് സൈക്കിൾസ്, ഇൻസ്റ്റെബിലിറ്റി എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്, മാക്രോ എക്കണോമിക്സിൽ പറയുന്നത്. ഓക്കെ, its variables are such aggregate quantities as national income, gross national product, aggregate employment and unemployment, prices, wage rates, interest rate and rates of change of these variables. അപ്പോൾ മാക്രോ എക്കണോമിക്സിൽ വരുന്ന വേരിയബിൾസ് എന്തൊക്കെയാണ്? ആഗ്രിഗേറ്റ് ക്വാണ്ടിറ്റീസ് ആസ് നാഷണൽ ഇൻകം, പിന്നെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ആഗ്രിഗേറ്റ് എംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, പ്രൈസസ്, വേജ് റേറ്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ ഈ ഒരു സംഭവങ്ങൾ, ഈ വേരിയബിൾസിലൊക്കെ വരുന്ന മാറ്റം, ഈ കാര്യങ്ങളൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൽ പറയുന്നത്. Macro economics deals with the components of some of these aggregates or averages when that seems necessary to understand the determination of their level or their change. അപ്പോൾ മാക്രോ എക്കണോമിക്സ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആഗ്രിഗേറ്റ്സ്, അതേപോലെ ആവറേജ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഘടകങ്ങളെ കുറിച്ചൊക്കെ കണക്ട് ചെയ്ത് കിടക്കുകയാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ഏതുമായി കണക്ട് ചെയ്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? ദി കോമ്പണൻസ് ഓഫ് സം ഓഫ് ദീസ് ആഗ്രിഗേറ്റ്സ് ഓർ ആവറേജസ് വെൻ ദാറ്റ് സീംസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദെയർ ലെവൽ ഓർ ദെയർ ചേഞ്ചസ്. അപ്പോൾ അവർ പറഞ്ഞ വേരിയബിളിൽ, ആഗ്രിഗേറ്റ് ഇൻകത്തിൽ എന്ന് പറഞ്ഞ വേരിയബിളിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പണൻസും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാക്രോ എക്കണോമിക്സ് അതിൻ്റെ കോമ്പണൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. So for example, gross national product is broken down among consumer goods, capital goods and government goods. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ്, അല്ലെങ്കിൽ അതിനെ പല വിഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയുള്ളത്? കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സും ഗവൺമെൻറ് ഗുഡ്സും എല്ലാം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ വരുന്നതാണ്. അപ്പോൾ അതേപോലെ പ്രൈസ് ലെവൽ ബിറ്റ്വീൻ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. മാക്രോ എക്കണോമിക്സ് ഡിസഗ്രിഗേറ്റ്സ് ടു ദി മിനിമം എക്സ്റ്റെൻറ്റ് നെസസറി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ആഗ്രിഗേറ്റ്സ്. അപ്പോൾ ആഗ്രിഗേറ്റ്സിനെ സ്റ്റഡി ആണെന്ന് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ആഗ്രിഗേറ്റ്സിനെ പല തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡിസഗ്രിഗേറ്റ്സ് എന്ന പല വിഭാഗങ്ങളാക്കിയിട്ട് മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്നുള്ളതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഔട്ട്പുട്ടിനെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എംപ്ലോയ്മെൻറ്റിനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് പറഞ്ഞു, അതിനൊക്കെ പല തരത്തിൽ വിഭജിച്ചിട്ട് ഓരോന്നിനെയും നമ്മൾ കുറിച്ച് പഠിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്രോ എക്കണോമിക്സ് ടോട്ടലിനെ കുറിച്ച് പഠിക്കാനാണ്. അപ്പോൾ ഈ ടോട്ടലിനെ ഡിസഗ്രിഗേറ്റ് ചെയ്തിട്ട് പല വിഭാഗങ്ങളാക്കിയിട്ട് തരംതിരിച്ചിട്ടൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ആഗ്രിഗേറ്റ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആഗ്രിഗേറ്റ്സിനെ തന്നെ ഡിസഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് മാക്രോ എക്കണോമിക്സിൽ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ മാക്രോ എക്കണോമിക്സ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ആൻ ആക്ച്വൽ എക്കോണമി ഓപ്പറേറ്റ്സ്. അപ്പോൾ ഒരു എക്കോണമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് മാക്രോ എക്കണോമിക്സിലൂടെ സാധിക്കും. This understanding is helpful in suggesting policies that may be adopted to improve the performance of the economy. അപ്പോൾ ഒരു എക്കോണമി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായാൽ നമുക്ക് ഒരു എക്കോണമിയുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോളിസീസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മിക്കാൻ പറ്റും, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു നേച്ചർ ഓഫ് മാക്രോ എക്കണോമിക്സ് പറയുന്ന പാരഗ്രാഫിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മാക്രോ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ആഗ്രിഗേറ്റ്സ്. പിന്നെ കുറേ വേരിയബിൾസ് പറഞ്ഞു അല്ലേ? ആഗ്രിഗേറ്റ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ പ്രൊഡക്റ്റ്, നാഷണൽ ഇൻകം, അൺഎംപ്ലോയ്മെൻറ്റ്, പ്രൈസസ്. അപ്പോൾ മാക്രോ എക്കണോമിക്സിൽ ഈ ആഗ്രിഗേറ്റ് എന്ന് പറയുന്ന ഈ ടോട്ടൽ എന്ന് പറയുന്ന ആഗ്രിഗേറ്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഡിസഗ്രിഗേറ്റ് ചെയ്തിട്ട് പല തരത്തിലാക്കിയിട്ട് ഓരോന്നിനും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് നമ്മൾ ടോട്ടൽ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആഗ്രിഗേറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ആഗ്രിഗേറ്റ്സിനെ തന്നെ എന്ത് ചെയ്യുന്നു? മിനിമം എക്സ്റ്റെൻറ്റ് വരെ ഡിസഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൻ്റെ കേസിൽ പറഞ്ഞു. Okay, next we move on to importance and scope of macroeconomics. An analysis of the economy in its aggregate terms is helpful in many ways.
അപ്പോൾ ഒരു എക്കോണമിയുടെ ഒരു ആഗ്രിഗേറ്റ് ടേംസിലാണ് നമ്മൾ മൊത്തം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഉപകാരമുണ്ട് കേട്ടോ. അനാലിസിസ് ഓഫ് ദി എക്കോണമി ഇൻ ഇറ്റ്സ് അഗ്രിഗേറ്റ് ടേംസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ മെനി വേസ്. പല രീതിയിൽ അത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഏതൊക്കെ രീതി എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ്ലി ഇറ്റ് ഹെൽപ്സ് us ടു അണ്ടർസ്റ്റാൻഡ് ദി ഫങ്ഷനിങ് ഓഫ് ദി എക്കോണമി. അപ്പോൾ മൊത്തം എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരു എക്കോണമി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ മേജർ എക്കണോമിക് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ എനി നേഷൻ ആർ റിലേറ്റഡ് ടു ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ജനറൽ പ്രൈസ് ലെവൽ ഇൻ ദ എക്കോണമി. അപ്പോൾ ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണ്? ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, ജനറൽ പ്രൈസ് ലെവൽ എന്നുള്ളതായിട്ടൊക്കെ കണക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഗ്രിഗേറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരു എക്കോണമി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Since these variables come under macroeconomics, a study of it helps to evaluate how fluctuations in these variables emerge and how far the economy is affected. അപ്പോൾ ഈ പറയുന്ന വേരിയബിൾസ് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ്, പ്രൈസ് ലെവലൊക്കെ വേരിയബിൾസ് ആണല്ലേ. ആ വേരിയബിൾസ് ഒക്കെ എവിടെയാണ് വരുന്നത്? മാക്രോ എക്കണോമിക്സിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്രോ എക്കണോമിക്സിലൂടെ നമുക്ക് എങ്ങനെയാണ് വേരിയബിൾസിൽ മാറ്റം വന്നത്, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് അത് എക്കോണമി അഫക്റ്റ് ചെയ്യുന്നത്, ബാധിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അപ്പോൾ ഫസ്റ്റ്ലി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഹെൽപ്സ് us ടു അണ്ടർസ്റ്റാൻഡ് ദി ഫങ്ഷനിങ് ഓഫ് ദി എക്കോണമി. ദെൻ സെക്കൻഡ്ലി മാക്രോ എക്കണോമിക്സ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ദി ഫോർമുലേഷൻ ഓഫ് എക്കണോമിക് പോളിസീസ്. അപ്പോൾ എക്കണോമിക് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദി നേഷൻസ് ആർ ഫേസ്ഡ് വിത്ത് ദി പ്രോബ്ലംസ് ഓഫ് ഓവർ പോപ്പുലേഷൻ, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് എക്സെട്ര. അപ്പോൾ നമുക്കറിയാം പല രാജ്യങ്ങളും ഓവർ പോപ്പുലേഷൻ, അതേപോലെ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് വൈ ദീസ് ഈവിൾസ് ആർ എമർജിങ് ആൻഡ് സജസ്റ്റ് റെമഡീസ് ഫോർ ദി ഇറാഡിക്കേഷൻ ഓഫ് ദം. അപ്പോൾ മാക്രോ എക്കണോമിക്സിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈവിൾസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എമർജ് ചെയ്യുന്നത്, വരുന്നത്, അതേപോലെ അത് സോൾവ് ചെയ്യാനുള്ള, ഒഴിവാക്കാനുള്ള റെമഡീസ് എന്തൊക്കെയാണ്, മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. An understanding of macroeconomic theory allows decision makers to anticipate changes and prepare for their effects. അപ്പോൾ മാക്രോ എക്കണോമിക് തിയറി മനസ്സിലാക്കുന്നതിലൂടെ ഡിസിഷൻ മേക്കേഴ്സിനൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്ന മാറ്റം വരുന്നത്, അതേപോലെ അതിനെ ഓവർകം ചെയ്യാനുള്ള പ്രിപ്പയർ ഫോർ ദിയർ ഇഫക്ട്സ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റം വരുന്നത്, അതേപോലെ അതിൻ്റെ ഇഫക്ട്സ് എന്തൊക്കെയാവുമെന്ന് ഫേസ് ചെയ്യാനൊക്കെ കഴിയും. ഓക്കെ, ഡിസിഷൻ മേക്കേഴ്സിന് അതൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഡിസിഷൻ മേക്കേഴ്സിന് പറയാൻ പറ്റും. ദെൻ തേർഡ്ലി, അപ്പോൾ സെക്കൻഡ്ലി എന്താണ്? ഫോർമുലേഷൻ ഓഫ് എക്കണോമിക് പോളിസീസ്. ദെൻ തേർഡ്ലി, മാക്രോ എക്കണോമിക്സ് ട്രൈസ് ടു സോൾവ് ദി പ്രോബ്ലം ഓഫ് ജനറൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് ജനറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്രോ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ദ ബേസിക് റീസൺ ഫോർ ദി അഡ്വെൻറ്റ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ വാസ് എ ഡെഫിഷ്യൻസി ഇൻ ഇഫക്റ്റീവ് ഡിമാൻഡ്. അപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ ഗ്രേറ്റ് ഡിപ്രഷൻ വരാനുള്ളൊരു കാരണം എന്തായിരുന്നു? ഡെഫിഷ്യൻസി ഇൻ എഫക്റ്റീവ് ഡിമാൻഡ്, ഇഫക്റ്റീവ് ഡിമാൻഡിൻ്റെ കുറവായിരുന്നു. ബൈ റേസിംഗ് ദി ലെവൽ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്, it is possible to raise the level of employment and thereby the state of depression can be avoided. അപ്പോൾ ലെവൽ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ് വർദ്ധിപ്പിച്ചാൽ എന്താണ്? നമ്മുടെ പ്രോബ്ലംസ്, ഡിപ്രഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ബൈ റേസിംഗ് ദി ലെവൽ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു റേസ് ദി ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡ് വർദ്ധിപ്പിച്ചാൽ എംപ്ലോയ്മെൻറ്റ് ലെവൽ വർദ്ധിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നതാണ് കെയ്ൻസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മാക്രോ എക്കണോമിക്സ് ട്രൈസ് ടു സോൾവ് ദി പ്രോബ്ലം ഓഫ് ജനറൽ അൺഎംപ്ലോയ്മെൻറ്റ്. Then fourthly, national income estimates became important after the occurrence of Great Depression. These estimates help us to evaluate the development process in an economy. അപ്പോൾ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ്, ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്, അതിന് പ്രാധാന്യം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എക്കോണമി ദീസ് എസ്റ്റിമേറ്റ്സ് ഹെൽപ്പ് us to evaluate the development process in an economy. ഒരു എക്കോണമിയിൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാനും അതേപോലെ വിലയിരുത്താനും ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ അതിലൂടെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ നാലാമത്തേത് എന്താണ്? നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് ആണ് കേട്ടോ. Then for fifthly, growth economics is a part of macroeconomics. The resources and the capabilities of an economy to make progress can be evaluated with the help of macroeconomics. അപ്പോൾ ഗ്രോത്ത് എക്കണോമിക്സ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമാണ്.
അപ്പോൾ ഒരു എക്കോണമിയുടെ റിസോഴ്സസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, അതിനെങ്ങനെ പ്രോഗ്രസ് വരുത്താം എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സിലൂടെ കഴിയും. Then sixthly, a proper analysis of monetary problems is possible only with the help of macroeconomics. മോണിറ്ററി പ്രോബ്ലത്തിനെ കുറിച്ചിട്ടുള്ളൊരു അനാലിസിസ് മാക്രോ എക്കണോമിക്സിലൂടെയാണ് സാധ്യമാവുന്നത്. The government adopts monetary, physical and direct control measures to counteract inflation and deflation. അപ്പോൾ ഗവൺമെൻറ് മോണിറ്ററി, ഫിസിക്കൽ ആൻഡ് ഡയറക്റ്റ് കൺട്രോൾ മെഷേഴ്സൊക്കെ ഇൻഫ്ലേഷൻ അതുപോലെ ഡീഫ്ലേഷനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫിസിക്കൽ പോളിസിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഫിസിക്കൽ പോളിസിയിൽ എങ്ങനെയാണ് അതിൽ മെഷേഴ്സ് വർക്ക് ചെയ്യുന്നത്, മോണിറ്ററി മെഷേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസിയിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, then seventhly and the last one is macroeconomics is useful in the analysis of the causes of business fluctuations and in suggesting corrective measures. മാക്രോ എക്കണോമിക്സ് യൂസ്ഫുൾ ആണല്ലേ എന്തിനാ? ഇൻ ദ അനാലിസിസ് ഓഫ് ദി കോസസ് ഓഫ് ബിസിനസ് ഫ്ലക്ച്വേഷൻ. ബിസിനസ് ഫ്ലക്ച്വേഷൻസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് അനലൈസ് ചെയ്യാനും മാക്രോ എക്കണോമിക്സ് യൂസ്ഫുൾ ആണ്. പിന്നെ അതിനെ കറക്റ്റീവ് മെഷേഴ്സ്, റെമഡിയൽ മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുന്നു. Thus, macroeconomics help us to understand the functioning of an economy and analyze the major changes in variables like employment, income and the price level. അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സിൽ ഒരു എക്കോണമി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നും അതേപോലെ എംപ്ലോയ്മെൻറ്റ്, ഇൻകം, പ്രൈസ് ലെവൽ എന്ന് പറയുന്ന വേരിയബിൾസിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 7 പോയിൻറ്റ്സ് ആണല്ലേ, 7 പോയിൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒക്കെ ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ എന്തായിരുന്നു? First one, it is help us to understand the functioning of the economy. The second one is formulation of economic policies. And thirdly, macroeconomics tries to solve the problem of general unemployment. And fourthly, national income estimates became important. And fifthly, growth economics. Then sixthly, monetary problems എങ്ങനെയാണ് എന്നുള്ളത് മാക്രോ എക്കണോമിക്സിൽ പഠിക്കുക. And the last one is കോസസ് ഓഫ് ബിസിനസ് ഫ്ലക്ച്വേഷൻസും അതിന് കറക്റ്റീവ് മെഷേഴ്സും പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? നേച്ചർ ഓഫ് മാക്രോ എക്കണോമിക്സ്, അതേപോലെ ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.